ഹലോ ഗായ്സ്, നിങ്ങളൊരു ഗെയിമിംഗ് ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഇൻട്രോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഇൻട്രോ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇൻട്രോസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രോ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവർ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം അവരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വീഡിയോയിലൂടെ അടിപൊളിയായിട്ട് എങ്ങനെ ഒരു ഗെയിമിംഗ് ഇൻട്രോ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഗെയിമിംഗ് ഇൻട്രോ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടേക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻട്രോ മേക്കർ, ഔട്ട്ഡ്രോ മേക്കർ ഫോർ വീഡിയോ എന്നൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം, ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇത്രയും ഇൻ്റർഫേസിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ വാട്ടർമാർക്ക് ഉള്ളതും ഇല്ലാത്തതുമായ വീഡിയോസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, വ്ളോഗ്, ഗെയിമിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ഫീച്ചേർഡ്, കാറ്റഗറി, മൈ ഡിസൈൻ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തുടക്കുമ്പോൾ തന്നെ ഒരുപാട് സിമ്പിളായിട്ടുള്ള വ്ളോഗിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരുപാട് ഈ ഇൻട്രോസ് ഓപ്പൺ ആയി വരും. കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാറ്റഗറി, ബിസിനസ് ഇൻട്രോ, ഔട്ട്ഡ്രോ, ലോഗോ ഇൻട്രോ, വ്ളോഗ്, ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്തരത്തിലുള്ള ഇൻട്രോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഗെയിംസിൻ്റെ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിംസിന് വേണ്ട കുറച്ച് ഇൻട്രോസിൻ്റെ അവിടെ കാണുമ്പോൾ റേസിങ്ങിൻ്റെ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗെയിമിൻ്റെ കീപാഡ് അല്ലെങ്കിൽ ഫയറിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ കാണാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, സാധാ ഇൻട്രോസ്, ഇങ്ങനെ കറങ്ങി വരുന്ന, തിരിഞ്ഞു വരുന്ന, പൂക്കൾ വിടരുന്ന, അതുപോലത്തെ ഒക്കെ ഇൻട്രോസ് ഇതിനകത്തുണ്ട്. ഒരുപാട് ഇൻട്രോസ് ഉണ്ട്. ചിലതൊക്കെ പ്രോ വെർഷനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ അതെങ്ങനെ കിട്ടാമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. ഇതിൽ നമുക്ക് പ്രോ ആയിട്ടുള്ള ഒരൊറ്റ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ, ഫ്രീ ആയിട്ട് പരസ്യം കണ്ടുകൊണ്ട്. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ആക്കി ആ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കുക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി സെലക്ട് ചെയ്തതാണ്. ഞാനത് പ്ലേ ചെയ്ത് ഒരു പരസ്യം കണ്ടിട്ട് പ്രോ മാറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാം ഓപ്പൺ ആക്കി ഏതാണോ വേണ്ടതെന്ന് നോക്കി അത് ഒരു പരസ്യം കണ്ടത് അൺലോക്ക് ആക്കാൻ പറ്റും. അത് സിമ്പിളാണ്. എന്നിട്ട് അത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ഡൗൺലോഡ് ആകും. ഇതുവരെ അവിടെ നിങ്ങൾക്ക് താഴെ ഫോട്ടോയുടെ പ്രൈസ് അയക്കുന്നുണ്ടാകും. അത് ഫോട്ടോ ഇവിടെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ റീപ്ലേസ് ഇമേജ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഒരു ലോഗോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് എൻ്റെ ഗെയിമിംഗ് ചാനലിൽ. നെക്സ്റ്റ് ആയിട്ട് 6 ടെക്സ്റ്റ് കാണാം. എന്നിട്ട് അവിടെ നിങ്ങൾക്കായിട്ടൊരു കമ്പോസിൻ്റെ ഐക്കൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഫോണ്ട്, ടെക്സ്റ്റ്, കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ്, എഫക്റ്റ്, കളറ്, കാര്യങ്ങളൊക്കെ അവിടെ മാറ്റാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാറ്റുകയാണെല്ലാം. കളർ മാറ്റാൻ പറ്റും, അങ്ങനെ എല്ലാം ഇവിടെ നിന്നുകൊണ്ട് മാറ്റാൻ പറ്റും. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഇവിടെ നിന്നുകൊണ്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് കൊടുക്കാം, ഫോണ്ട് മാറ്റാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓഡിയോ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോണിലുള്ള ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓഡിയോയുടെ. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഇൻട്രോ പ്ലേ ആവുമ്പോൾ കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഇൻട്രോ ഓണായി വരുന്നത്. ഇത് പല രീതിയിൽ പല ലോഗോയ്ക്ക് പല ഇതായിരിക്കും വരുന്നത്. നിങ്ങൾ ഇഷ്ടാനുസരണം ഏതാണോ വേണ്ട ഇൻട്രോ, ആ ഇൻട്രോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വാട്ടർമാർക്ക്. ആ ഒരു വാട്ടർമാർക്കിനോട് ഞെക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാച്ച് എ വീഡിയോ ആഡ് ടു റിമൂവ് വാട്ടർമാർക്ക് എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തൊരു 15 സെക്കൻഡിൻ്റെ ഒരു ആഡ് വരും. ആ ഒരു ആഡ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ HD ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് പ്രോ ആക്കണം. നിങ്ങൾക്ക് 480p ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഉണ്ടോ, 480p ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു വീഡിയോ എക്സ്പോർട്ടായി നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ളതും പ്രോ ആയിട്ടുള്ളതും ഒരുപാട് വീഡിയോസും ഇൻട്രോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ, ഗെയിമാണോ, ബ്ലോഗാണോ, ടെക്കാണോ, എന്താണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന ഇൻട്രോ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ഇൻട്രോ മാത്രമേ ഫ്രീ ആയിട്ട് പ്രോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, മൊത്തം തപ്പുക, എന്നിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഫ്രീ ആയിട്ട് ആഡ് കണ്ടുകൊണ്ട് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അത് പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു.
അപ്പോൾ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓളാക്കി ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.